ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആലയ നിർമ്മാണത്തിനായി ജനങ്ങൾ മനസ്സറിഞ്ഞു കൊണ്ടുവന്ന സമർപ്പണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനത്തിൻ്റെ ഈ തിരുവചന ഭാഗത്തിലെ മുഖ്യ സന്ദേശം. സന്തോഷത്തോടെ നൽകുന്ന സമർപ്പണമാണ് ദൈവത്തിന് ഏറ്റവും പ്രിയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ ഹൃദയത്തെയാണ് വിലമതിക്കുന്നത് എന്ന ആ വലിയ സത്യവും കൂടിയാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. സന്തോഷത്തോടെ അങ്ങേക്കു സമർപ്പിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ സമ്പത്ത്, ജീവിതം എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. തിരുനിവാസം, അതിൻ്റെ മൂടുവിരി, പുറമുടി, കൊളുത്തുകൾ, പലകകൾ, അന്താഴങ്ങൾ, തൂണുകൾ, ചുവടുകൾ, പെട്ടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മറയുടെ തിരശ്ശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, വെളിച്ചത്തിന് നിലവിളക്ക്, അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ ദീപങ്ങൾ, വിളക്കിന് എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, തിരുനിവാസത്തിലേക്കുള്ള പ്രവേശന വാതിലിൻ്റെ മറശീല, ഹോമയാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ടുകൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശീലകൾ, അതിൻ്റെ തൂണുകൾ, ചുവടുകൾ, പ്രാകാരവാതിലിൻ്റെ മറ, തിരുനിവാസത്തിൻ്റെ കുറ്റികൾ, പ്രാകാരത്തിൻ്റെ കുറ്റികൾ, അവയുടെ കയറുകൾ, വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ തിരുവസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുൻപിൽ നിന്ന് പുറപ്പെട്ട് ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവർ എല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുക്കുവാൻ നിശ്ചയിച്ചവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശുതോൽ എന്നിവ കൈവശമുള്ളവർ അതും കൊണ്ടുവന്നു. വെള്ളിയും താമ്രവും വഴിപാട് കൊടുക്കുവാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖദിരമരം കൈവശമുള്ളവർ അതും കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നാം ഈ കേട്ട തിരുവചന ഭാഗത്തിൽ മോശ ദൈവം നിർദ്ദേശിച്ച തിരുനിവാസത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളെയും ജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകുകയാണ്. തിരശീലകൾ, യാഗപീഠം, വിളക്കുതണ്ട്, ധൂപപീഠം, മേശ, വിശുദ്ധ വസ്ത്രങ്ങൾ ഇവയെല്ലാം നിർമ്മിക്കുവാൻ ആവശ്യമായ വസ്തുക്കൾ ജനങ്ങൾ സന്തോഷത്തോടെ കൊണ്ടുവന്നു.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം, ഇവിടെ ആരെയും നിർബന്ധിച്ചില്ല. മനസ്സറിഞ്ഞ എല്ലാവരും സ്വർണവും വെള്ളിയും വെങ്കലവും നീല ധൂമ്ര ചുവപ്പ് നൂലുകളും വിലയേറിയ വസ്തുക്കളും കൊണ്ടുവന്നു. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ആരാധന എന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇന്ന് ചോദിക്കുന്നത്, നിന്റെ സമയം എനിക്കായി മാറ്റിവെക്കുമോ? നിനക്കുള്ള കഴിവുകൾ എൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുമോ? സന്തോഷത്തോടെ നീ എന്നെ സേവിക്കുമോ? ദൈവം അളവ് നോക്കുന്നില്ല, അവിടുന്ന് ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഒരു ചെറിയ സമർപ്പണം പോലും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നൽകുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിലയേറിയതായിത്തീരുന്നു. ഇന്നു നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ ദൈവത്തിന് എന്താണ് സമർപ്പിക്കുന്നത്? എൻ്റെ ജീവിതം ഒരു ജീവനുള്ള വഴിപാടാണോ? സന്തോഷത്തോടെ സേവിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിനു നൽകുന്ന ഒന്നും ഒരിക്കലും നഷ്ടമാകുന്നില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയം സന്തോഷത്തോടെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ആലയ നിർമ്മാണത്തിനുള്ള ഒരു ജീവനുള്ള കല്ലായി തീരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ബലഹീനർക്ക് ശക്തി നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമർപ്പണം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. അവിടുത്തെ സമൃദ്ധമായ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.